Through the window, I see you waiting. You are smiling, 'cause I'm coming. Your eyes are a story, an ocean of memories, pictures of faces and places, and all of the things that make us feel like we have it all. All of the times that make us realize we have it all. We have it all. Life is beautiful. Life is beautiful. Living and dying, laughing or crying. If we have the whole world or have nothing, I know there are long nights, but we'll make it. With every sunrise comes a new light, and all of the things that make us feel like we have it all. All of the times that make us realize we have it all. We have it all. Life is beautiful. Life is beautiful. Life is beautiful. A father's love, a wedding dance, New Year's dreams, a toast with friends, a soldier coming home from war, a faith, a hope for so much more. A brand new life, a mother's prayer, shooting stars, ocean air, a lover's kiss and hard goodbyes, fireworks and Christmas lights. These are the things that make us feel alive. These are the times that make us realize life is beautiful. Life is beautiful. These are the things that make us feel. Life is beautiful. These are the times that make us realize.
നാമത്തിൽ. സ്വർഗ്ഗസ്നാനികളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞവരേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്നേഹ ഈശോയെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുക്കമായി കല്യാണത്തിന് വേണ്ടി റെഡിയായിക്കൊണ്ട് യാത്രയാകുന്ന സിജോനെയും കുടുംബത്തെ മാതാപിതാക്കന്മാരെയും എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കരുണയും സംരക്ഷണവും എപ്പോഴും ഉണ്ടായിരിക്കണമേ. ഇവരുടെ ഭാവി കുടുംബജീവിതം ഏറ്റവും ദൈവാനുഗ്രഹപ്രദമായി മുന്നോട്ട് പോകുവാൻ എല്ലാ കൃപയും അനുഗ്രഹവും സിജോയ്ക്കും വധുവിനും ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പിതാവേ, തോമാസ്ലിഹായെ, സെബസ്ത്യാനോസേ, സകല വിശുദ്ധരെയും. 1 യോഹന്നാൻ 4-7 മുതലുള്ള വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്നും ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. പിതാവ് തന്റെ പുത്രനായ ലോകരക്ഷകനെ അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു. അവൻ ദൈവത്തിലും വസിക്കുന്നു. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം കൈകൂപ്പി ഞാൻ നിൽക്കുന്നിതാ. എന്നാത്മം ഞാൻ ഏകുന്നിതാ, എന്റെ ജീവന്റെ ജീവനാഥ. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം എൻ ഘോര പാപങ്ങൾ പോക്കിടുവാൻ തിരുജീവൻ ബലിയായി നൽകിയവൻ. എൻ ഘോര പാപങ്ങൾ പോക്കിടുവാൻ തിരുജീവൻ
തിരുജീവൻ ബലിയായി നൽകിയവൻ, അവൻ പരിപാലകൻ, അവൻ കരുണാമയൻ, അവൻ മനതാരിൽ നിറയുന്നവൻ, അവൻ മനതാരിൽ നിറയുന്നവൻ. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം. സ്വർഗീയ സാന്നിധ്യമിന്നിവിടെ നിൻ തിരുഭോജനമുൾക്കൊള്ളുമ്പോൾ, സ്വർഗീയ സാന്നിധ്യമിന്നിവിടെ നിൻ തിരുഭോജനമുൾക്കൊള്ളുമ്പോൾ, എന്നും സ്തുതിയേകിടാം എന്റെ പ്രിയനാഥനായി, എന്നെ കരതാരിൽ താങ്ങുന്നവൻ, എന്നെ കരതാരിൽ താങ്ങുന്നവൻ. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം. കൈകൂപ്പി ഞാൻ നിൽക്കുന്നിതാ എന്നാത്മം ഞാൻ.
മറിയമേ, നിനക്ക് സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളും നൽകിയപ്പെടാവുന്ന അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിന്റെ തലവിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേണ്ടുകണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തന്റെ തൂവൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറിച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000-ങ്ങളും. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അതിന് നീ വാസം ഉറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവനെ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഈശോ നീ എൻ്റെ സ്വന്തം, ഈശോ ഞാൻ നിന്റെ സ്വന്തം. ഈശോ നീ എൻ്റെ സ്വന്തം, ഈശോ ഞാൻ നിന്റെ സ്വന്തം. കുർബാനയായി നീ അകതാരിൽ വാഴുമേ, ഈശോ നീ എൻ്റെ സ്വന്തം, ഈശോ ഞാൻ നിന്റെ സ്വന്തം. ഈശോ നീ എൻ്റെ സ്വന്തം, ഈശോ ഞാൻ നിന്റെ സ്വന്തം. ജീവൻ നൽകും വചനം എൻ്റെ ജീവശക്തിയായി. ഉള്ളിൽ നിറയും ഈശോ എൻ്റെ പ്രാണശ്വാസമായി. ആപത്തിൽ വീഴാതെ, ആപത്തിൽ വീഴാതെ ഇന്നെന്നും എന്നെ നീ കാത്തിടണേ. ലോകത്തിൻ മായയിൽ നീങ്ങിടും
സ്വന്തം. ഈശോ ഞാൻ നിന്റെ സ്വന്തം. നാഥൻ ക്രൂശിൽ ഭൂവിൻ പാപം മായ്ക്കുവാൻ സ്വർഗ്ഗം ഏകാൻ മണ്ണിൽ മർത്യരൂപമായവൻ. പാപത്തിൻ ലോകത്തിൽ സത്യത്തിൻ ദൈവമായി ഇന്നെന്നും എന്നെ നീ തീർത്തിടണേ. വാനമേഘങ്ങളിൽ മാലാഖമാരൊത്ത് നിത്യം സ്തുതിക്കുവാൻ യോഗ്യയാക്കൂ. ഈശോ നീ എന്റെ സ്വന്തം. ഈശോ ഞാൻ നിന്റെ സ്വന്തം. ഈശോ നീ എന്റെ സ്വന്തം. ഈശോ ഞാൻ നിന്റെ സ്വന്തം. കുർബാനയായി നീ അകതാരിൽ വാഴുമേ. ഈശോ നീ എന്റെ സ്വന്തം. ഈശോ ഞാൻ നിന്റെ സ്വന്തം. ഈശോ നീ എന്റെ സ്വന്തം. ഈശോ ഞാൻ നിന്റെ സ്വന്തം.
ഇവരുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ സ്നേഹത്തിന്റെ മുദ്രിച്ചാകാരണേ അതേപോലെ പരിശോധിക്കുന്നവനായ കർത്താവേ, ഈ യുവതിയുവാക്കളുടെ അവിടുന്ന് അറിയുന്നല്ലോ. ഇവരുടെ അന്തരാംഗങ്ങളിലേക്ക് അവിടുത്തെ പകരണമേ. അതേപോലെ നിഷ്കളങ്കമായി അങ്ങിലാശ്രയിച്ച് വിവാഹ സംബന്ധം നടത്താൻ ഈ പ്രാർത്ഥനായി ഭവിക്കട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഞങ്ങളുടെ കൃതജ്ഞതയുമായ അങ്ങയുടെ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നമ്മളും നിറഞ്ഞ് ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സകലത്തെയും നാഥായി നീക്കും. പുത്രനായ വിവാഹസന്നദ്ധനായി പുറപ്പെടുന്ന വേണ്ടി അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശവും ഈ സമൂഹത്തിനും പ്രതിഷ്ഠ ഭരണ വസ്തുവും മാർഗരേഖകളായി. എല്ലാത്തരം അധാർഗതിയിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ലോകത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനങ്ങളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്ധികളാണ്. പകരെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചർച്ചകളിലാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യത്തിൽ നീ അനുസരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കണം. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരന് നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നീക്കരുത്. അഹങ്കാര വിനാശവും അരാജകത്വവും വരുത്തുന്നു. അലസനാശത്തിനും പട്ടണി വിധാനമാകാം. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും തമ്മിൽ കർത്താവ് ബന്ധിപ്പിച്ചതുപോലെ ഇന്നീ രണ്ട് കുടുംബങ്ങളെ തമ്മിൽ കർത്താവ് ബന്ധിപ്പിക്കുകയാണ്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇസ്രായേലിന്റെയും യൂദയക്കാരുടെയും ഉള്ളിൽ ദൈവിക നിയമം നിക്ഷേപിച്ചതുപോലെ വിവാഹ വാഗ്ദാനത്തിന്റെയും മുഹൂർത്തത്തിൽ ഈ യുവാവിന്റെയും യുവതിയുടെയും ഇവരുടെ കുടുംബാംഗങ്ങളുടെയും ഹൃദയങ്ങളിൽ കർത്താവിന്റെ അനുസരണീയം നിക്ഷേപിക്കുമാറാകട്ടെ. കർത്താവേ, ശക്തനായ ദൈവമേ, ബലഹീനരെ ശക്തിപ്പെടുത്തുന്നവനെ, നിന്റെ ദാസർ ചെയ്യുന്ന വിവാഹ വാഗ്ദാനം നിർവിഘ്നം പൂർത്തിയാക്കുവാനുള്ള മനസ്സന്നതയെ നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. നിത്യനായ സർവേശ്വര, നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് ടീമോടെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഇസ്രായേലിന്റെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് ഷിജോയെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ ഉൾപ്പെടുത്തിയ വാഗ്ദാനങ്ങൾ വിശ്വസനായോ നിങ്ങളുടെ കാരണവുമായി ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും സാക്ഷിയാണ്. നിങ്ങളെ ആശീർവദിക്കുകയും നിങ്ങളുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വിശ്വസ്തയുടെ വായിക്കുവാൻ സഹായിക്കുന്നതിനായ കർത്താവേ, നിന്റെ ദാസന്റെ ഉടമ്പടിയെ നീ സ്ഥിരീകരിക്കണമേ. ഇപ്പോൾ ചെയ്ത വിവാഹ വാഗ്ദാനം പൂർത്തിയാക്കുവാൻ നിന്റെ ദാസരെ, അവരുടെ കാരണവന്മാരെയും ഇവരെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ സ്നേഹവും പരിരക്ഷണവും ഇവരുടെ മേലും ഈ സമൂഹത്തിന്റെ മേലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
പണ്ടവരറിയാതെ പ്രണയികളായി മന്ദാരപ്പൂവും മണിമഞ്ചാടിക്കാറ്റും പണ്ടവരറിയാതെ പ്രണയികളായി ഇളവെയിലറിഞ്ഞിടാതെ മറുപൂവറിഞ്ഞിടാതെ അരികെ വരുന്ന നേരം ഒരു വാക്കുമിണ്ടിടാതെ ഉള്ളിനുള്ളിൽ പെയ്യും പ്രണയം പൂവും കാറ്റും ചേരും പ്രണയം മന്ദാരപ്പൂവും മണിമഞ്ചാടിക്കാറ്റും പണ്ടവരറിയാതെ പ്രണയികളായി മന്ദാരപ്പൂവും മണിമഞ്ചാടിക്കാറ്റും പണ്ടവരറിയാതെ ശലഭം അറിയാതൊരു വസന്തമൊഴി മലരിൻ ഇതളിൽ എഴുതുവാൻ അതിലെ ഇതിലെ കുറുകിയോടി വരും കുറുമ്പൻ ചിരിയാൽ കാറ്റിതാ പകലിനും നിറരാവിനും പതിവിലും മഴതായിതാ കനവുകൾ പുഴയായിതാ ഇരുവരും ഒഴുകും നീതാ ഉള്ളിൽ പെയ്യും പ്രണയം പൂവും കാറ്റും ചേരും പ്രണയം മന്ദാരപ്പൂവും മണിമഞ്ചാടിക്കാറ്റും പണ്ടവരറിയാതെ പ്രണയികളായി മന്ദാരപ്പൂവും മണിമഞ്ചാടിക്കാറ്റും പണ്ടവരറിയാതെ പ്രണയികളായി ഇളവെയിലറിഞ്ഞിടാതെ മറുപൂവറിഞ്ഞിടാതെ അരികെ വരുന്ന നേരം ഒരു വാക്കുമിണ്ടിടാതെ പൂവും കാറ്റും ചേരും പ്രണയം To want me, you gotta know me. If you love me, you gotta show me. Lecha, 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 lecha रे। मुझसे दूर कहीं ना जा, बस यही कहीं रह जा। मैं तेरी दीवानी रे, अफसोस तुझे है क्या। मुझसे दूर कहीं ना जा, बस यही कहीं रह जा। मैं तेरी दीवानी रे, अफसोस तुझे है क्या। तेरी मेरी कहानी नहीं बन गई, तू मेरा हो गया मैं तेरी हो गई। जहाँ जाए तू संग मुझे ले जा, ले जा, ले जा, ले जा, ले जा, ले जा, ले जा रे। महकी रात में चुरा के सारे रंग ले जा, सारे रंग ले जा। राते राते में भीगूं साथ में, तू ऐसी मुलाकात दे जा, मुलाकात। Back it up now. Get 'em up. Got it. ये तेरी मेरी बातें, ये मीठे मीठे पल, ये भीगे भीगे मौसम में लेना हमें कर। तेरे लिए मैं हूँ, मेरे लिए तू है, कर किस बात का है। I wanna know you right, boy, you got me wrong time.
जो तेरी खातिर तड़पे पहले से ही क्या उसे तड़पाना। ओ जालिमा, ओ जालिमा, जो तेरे इश्क में बहका पहले से ही क्या उसे बहकाना। ओ जालिमा, ओ जालिमा, जो तेरी खातिर तड़पे पहले से ही क्या उसे तड़पाना। ओ जालिमा, ओ जालिमा, जो तेरे इश्क में बहका पहले से ही क्या उसे बहकाना। ओ जालिमा, ओ जालिमा, आंखें मरहबा बातें मरहबा, मैं 100 मर्तबा दीवाना हुआ। मेरा ना रहा जब से दिल मेरा तेरे हुस्न का निशाना हुआ। जिसकी हर धड़कन तू हो ऐसे दिल को क्या धड़काना। ओ जालिमा, ओ जालिमा, जो तेरी खातिर तड़पे पहले से ही क्या उसे तड़पाना। ओ जालिमा, ओ जालिमा, सांसों में तेरी नजदीकियों का इत्र तू घोल दे, घोल दे। मैं ही क्यों इश्क जाहिर करूं, तू भी कभी बोल दे, बोल दे। सांसों में तेरी नजदीकियों का इत्र तू घोल दे, घोल दे। मैं ही क्यों इश्क जाहिर करूं, तू भी कभी बोल दे, बोल दे। लेके जान ही जाएगा मेरी कातिल हर तेरा बहाना हुआ। तुझसे ही शुरू तुझ पे ही खत्म, मेरे प्यार का फसाना हुआ। तू शम्मा है तो याद रखना मैं भी हूँ परवाना। ओ जालिमा, ओ जालिमा, जो तेरी खातिर तड़पे पहले से ही क्या उसे तड़पाना। ओ जालिमा, ओ जालिमा, क्यों जालिमा मैं कहलाई। ചാരിണി വന്നു
കമ്പനിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ചടങ്ങുകൾ ആരംഭിക്കുന്ന മുൻപായി ഈ വേദിയിലേക്ക് ടീമോളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മണക്കത്തിൽ ആദ്യമായി പായ് വിരിക്കുന്ന ചടങ്ങാണ് നടത്തുന്നത്. സ്വർഗത്തിനും ഭൂമിക്കും ഇടയ്ക്കുള്ള പരദേശായി സൂചിപ്പിക്കുന്ന ചടങ്ങാണ് പായ് വിരിക്കുന്ന ചടങ്ങ്. വേദിയിൽ ടീമോളുടെ സഹോദരന്മാർ ചേർന്ന് പായ് വിരിച്ചിരിക്കുകയാണ്. പായ്ക്ക് മുകളിലായി പീഠം അല്ലെങ്കിൽ കൊരണ്ടി സജ്ജീകരിക്കുന്നു. സിംഹാസനത്തിന്റെ പ്രതീകമാണ് പീഠം. ഇതിനെ പ്രതിനിധീകരിച്ചാണ് വേദി പീഠങ്ങൾ സജ്ജീകരിക്കുന്നത്. പീഠത്തിന് മുകളിലായി വെള്ളത്തുണി വിരിക്കുന്നു. സമുദായത്തിന് നൽകിയ 72 പദവികളിൽ ഒരു പദവിയാണ് വെള്ളരിക്ക. ഇത് രാജപദവിക്ക് തുല്യമാണ്. അതിനുശേഷം കത്തിച്ച വിളക്ക് മണക്കോലത്തിൽ സജ്ജീകരിക്കുന്നു. മൈലാഞ്ചി എന്ന ചടങ്ങ് നടത്താനാവശ്യമായ മൈലാഞ്ചി മണക്കോലത്ത് സജ്ജീകരിക്കുന്നു. വിവാഹത്തിന് തലേ ദിവസം വൈകിട്ട് പെണ്ണിന്റെ വീട്ടിൽ നടത്തപ്പെടുന്ന ചടങ്ങാണ് മൈലാഞ്ചി ചടങ്ങ്. സൗന്ദര്യവർദ്ധനം മാത്രമല്ല, വിശദീകരണം കൂടിയാണ് ഈ അനുഷ്ഠാനത്തിലൂടെ നടത്തപ്പെടുന്നത്. മൈലാഞ്ചി പാട്ടിൽ വിവരിക്കുന്നത് പോലെ ആദ്യ മാതാവായ ഹവ്വ ഏതേൻ തോട്ടത്തിലെ വിലക്കപ്പെട്ട കനി പറിച്ചു തിന്നത് മൂലം ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്തു. തന്മൂലം അവരുടെ പാദങ്ങളും കരങ്ങളും കളങ്കപ്പെട്ടു. വിവാഹത്തിനായി ഒരുങ്ങുന്ന പെണ്ണിന്റെ പാപകടകങ്ങൾ കഴുകി വിശദീകരിക്കുന്ന കർമ്മമായി മൈലാഞ്ചി ലേപനത്തെ കാണും. മൈലാഞ്ചി എന്ന ചടങ്ങ് നടത്തുന്നതിന് വേണ്ടി പെണ്ണിനെ ബന്ധപ്പെട്ട അവകാശി മണക്കോലത്തിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നു.
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സാദൃശ്യത്തിലും ഛായയിലും അങ്ങ് മനുഷ്യനെ സൃഷ്ടിച്ചുവല്ലോ. പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ലാത്തത് കൊണ്ട് അവന് ഇണയും തുണയുമായി സ്ത്രീയെ അങ്ങ് മെനഞ്ഞെടുത്തു. പാപം ചെയ്ത് വിരൂപമാക്കിയ മനുഷ്യത്വത്തെ കർത്താവ് ഈശോ മിശിഹ സ്വരക്തത്താൽ കഴുകി വിശദീകരിച്ചു. നിർമ്മലവും പരിശുദ്ധവുമായ സഭയെ കൃപ കൊണ്ട് അലങ്കരിച്ച് മണവാട്ടിയാക്കിയ ഈശോയെ ഞങ്ങളുടെ പ്രിയ മകളുടെ വിവാഹവേളയിൽ അങ്ങയുടെ മകളെ വിശദീകരിച്ച് ആശീർവദിച്ച് ആന്തരിക സൗന്ദര്യത്താൽ അലങ്കരിക്കണമേ. കർത്താവായ ദൈവമേ, ഒരു നല്ല ഭാര്യയും നല്ല മാതാവുമാകുവാനുള്ള കഴിവും പക്വതയും നിന്റെ മകൾക്ക് പ്രദാനം ചെയ്യണമേ. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധമയെ പോലെ ഇവൾ സമർപ്പിതയായി കുടുംബിനിയായി തീരട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.
കഴുകി ശുദ്ധിയാക്കുന്നതിന് വേണ്ടി പെണ്ണിനെ ബന്ധപ്പെട്ട അവകാശികൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകേണ്ടതാണ്. കനിയുണ്ട്
Nama picture pasto pota oruda paanu vesta niye udeya lauki baby Rowdy Lavani, the Papa Nasira,